ഹായ്, എൻ്റെ പേര് അനുജ്. ആം, ഞാൻ കുറച്ച് നാൾ അബ്രോഡായിരുന്നു. അപ്പോൾ നാട്ടിൽ വീട് വയ്ക്കണം എന്നുള്ളൊരു പ്ലാനിങ് തുടങ്ങിയപ്പോൾ പല ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക. കാരണം ഞങ്ങൾ പുറത്തായിരിക്കുമ്പോൾ ഇത് നാട്ടിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. അങ്ങനെയാണ് അതൊരു ടേൺ കീ പ്രോജക്റ്റ് പോലെ എടുക്കാൻ പറ്റുന്നൊരു ബിൽഡറെ ഞാൻ അന്വേഷിച്ച് തുടങ്ങിയത്. അങ്ങനെ പലരെയും കൺസൾട്ട് ചെയ്തു. പിന്നെ ഞാൻ ഓരോരുത്തരുടെയും പ്രോജക്ട്സ് ഇങ്ങനെ റിസർച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ നോക്കിയപ്പം ക്രിയോയ്ക്ക് ഒരുപാട് പ്രോജക്ട്സ് ഉള്ളതായിട്ടും അവരുടെ കംപ്ലീറ്റ് ചെയ്ത പ്രോജക്ട്സിൻ്റെ ഡീറ്റെയിൽസും യൂട്യൂബിലും അങ്ങനെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ അവരുടെ പല സൈറ്റുകളിലും ഉണ്ടായിരുന്നു. റിയോനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് മെയിനായിട്ട് അവരുടെ എടുത്തു പറയാനുള്ളൊരു ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നുന്നത് അവരുടെ റെഡിനെസ് ടു അഡാപ്റ്റ്, അങ്ങനെ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് തോന്നിയത്. കാരണം പല കാര്യങ്ങളും നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ 100% നമുക്ക് ആദ്യമേ പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും അവിടെയെങ്കിലും ഒക്കെ വ്യത്യാസങ്ങൾ പലപ്പോഴും വരും. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ എങ്ങനെ ബെറ്ററായിട്ട് പിന്നീടൊരു സ്റ്റേജ് ഇൻകോർപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് എത്ര ബെറ്ററായിട്ട് നമുക്ക് വലിയ കോസ്റ്റ് വരാതെ ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെ ഒരു വളരെ ബെറ്ററായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ക്രിയോ. കാരണം നമുക്ക് അങ്ങനെ പല ചേഞ്ചസ് വന്നപ്പോഴും അവരത് എഫക്റ്റീവായിട്ട്, കോസ്റ്റ് എഫക്റ്റീവായിട്ടും ബാക്കിയുള്ള കോമ്പണൻസിന് വലിയ പ്രശ്നങ്ങൾ വരാത്ത രീതിയിലും അഡ്ജസ്റ്റ് ചെയ്തു, അവർ അഡോപ്റ്റ് ചെയ്തു. അതാണ് എനിക്ക് ക്രിയോയുടെ ഒരു മെയിൻ ഫീച്ചറായിട്ട് തോന്നിയിരിക്കുന്നത്. ഞാൻ ഓരോരുത്തരുടെയും പ്രോജക്ട്സ് ഇങ്ങനെ റിസർച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ നോക്കിയപ്പം ക്രിയോയ്ക്ക് ഒരുപാട് പ്രോജക്ട്സ് ഉള്ളതായിട്ടും അവരുടെ കംപ്ലീറ്റ് ചെയ്ത പ്രോജക്ട്സിൻ്റെ ഡീറ്റെയിൽസും യൂട്യൂബിലും അങ്ങനെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ അവരുടെ പല സൈറ്റുകളിലും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ റിവ്യൂസ് എല്ലാം നോക്കിയപ്പോഴത്തേക്കും ബെറ്ററായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ക്രിയോനെ കോൺടാക്ട് ചെയ്യുമായിരുന്നു. ക്രിയോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ്, അവരുടെ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നു. അതിന് ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ഡിസൈൻ ഫേസിലേക്ക് പോയി, സ്ട്രക്ചറിൻ്റെ ഡിസൈൻ ഫേസിലേക്ക് പോയി. അങ്ങനെ അപ്പം ഡിസൈൻ ഫേസിലാണെങ്കിലും അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫേസിലാണെങ്കിലും എല്ലാവരും എനിക്ക് പ്രോപ്പർ അപ്ഡേറ്റ്സ് തരുമായിരുന്നു. ഞാൻ പുറത്തായിരുന്നുകൊണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കും. വീക്ക്ലി ഫോട്ടോസ്, അതിൻ്റെ വീഡിയോസ് എല്ലാം അവർ അയച്ചു തരുമായിരുന്നു. അങ്ങനെ ഡിസൈൻ കൺസ്ട്രക്ഷൻ ഫേസ് കഴിഞ്ഞു. പിന്നെ അതുപോലെ ഞാൻ ടേൺ കീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് അവർ തന്നെയാണ് ഇൻറ്റീരിയറും ചെയ്തത്. ഞാൻ 1-2 ഹൈ പ്രൊഫൈൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്ന ടീമിനെയും കൂടി ഞാൻ കൺസിഡർ ചെയ്തായിരുന്നു. പക്ഷേ ഈ മെറ്റീരിയൽസിൻ്റെ റിലയബിലിറ്റി, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് നോക്കിയപ്പം ക്രിയോ ആണ് കുറച്ചുകൂടിയും അതിനും ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ട് ക്രിയോയ്ക്ക് തന്നെ ടോട്ടൽ എൻറ്റയർ പ്രോജക്റ്റ് തന്നെ അവർക്ക് തന്നെ കൊടുത്തു. അങ്ങനെയാണ് ബേസിക്കലി ക്രിയോ ഇത് മൊത്തം കൺസ്ട്രക്ട് ചെയ്തു. ഞാനെല്ലാത്തിനും സാറ്റിസ്ഫൈഡ് ആണ്.